അവന്റെ നാം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് ദൈവവാർത്തകൾ മുഖാന്തരമുള്ള സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. ഇത് ഞാനും നമ്മൾ ഒരുപാട് പ്രാവശ്യം കൊണ്ട് ധ്യാനിക്കുകയും വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത സങ്കീർത്തനമാണെങ്കിൽ ധ്യാനിച്ചപ്പോൾ ഏറ്റവും മനോഹരവും ഏറ്റവും കാതലായ ഒരു സങ്കീർത്തനമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. കാരണം എന്താ വെച്ചാൽ, ഭാഗ്യവശാൽ നമുക്ക് പാപക്ഷമ പ്രാപിച്ചു രക്ഷയുടെ അനുഭവത്തിൽ വരാൻ സാധിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു കരുണയും ദയയുമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു സങ്കീർത്തനം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പാപക്ഷമ, രക്ഷ, ഭാഗ്യ പദവി, ഇതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ കാതലായ കാര്യം എന്ന് പറയുന്നത്. അത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, 3000 വർഷങ്ങൾക്ക് മുമ്പ് ദാവീദിന് കിട്ടിയ ഒരു വെളിപ്പാടാണ്. ദൈവത്തിൻ്റെ ദാസനായ ദാവീദിന് കിട്ടിയ വെളിപ്പാട്. അത് ഇപ്പോഴും എത്രയോ അർത്ഥവത്താണ് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ റെഫറൻസുകൾ വായിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ 51 കഴിഞ്ഞ് വരേണ്ട ഒരു സങ്കീർത്തനമായിട്ടാണ് വേദ പഠിതാക്കൾ ഇതിനെ കണക്ക് കൂട്ടുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുമ്പോൾ, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു എന്നുള്ള വാക്യങ്ങളൊക്കെയും സങ്കീർത്തനങ്ങൾ 51 കഴിഞ്ഞു. സങ്കീർത്തനം 51 നമുക്കറിയാം, ബേർശേവയുമായിട്ടുള്ള വിഷയങ്ങളിൽ ദാവീദിനെ പറ്റിയ പ്രവർത്തനങ്ങൾ, പാവപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു സങ്കീർത്തനമാണ്. അത് കഴിഞ്ഞാണ് ഇത് വരേണ്ടതെന്നാണ് വേദ പഠിതാക്കൾ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്, നമുക്കിവിടെ ഇതിൻ്റെ ഏറ്റവും കാതലായ കാര്യങ്ങൾ, ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1-ാമത്തെ വാക്യത്തിൽ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. 2-ാമത്തെ വാക്യത്തിൽ യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ, ലംഘനവും പാപവും അകൃത്യവും. ഈ 3 കാര്യങ്ങൾ സാധാരണ നമ്മൾ കണക്കാക്കുന്നത് പാപം മാത്രമേ ദൈവസന്നിധിയിൽ പ്രശ്നമുള്ളതെന്നാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. പൊതുവെ എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പാപത്രയങ്ങളെ കാണുവാനായിട്ട് സാധിക്കും. 3 കാര്യങ്ങൾ, പാപത്തിൻ്റെ 3 ബ്രാഞ്ചസാണ്. ലംഘനവും പാപവും അകൃത്യവും. ഇത് 3 ഒരേ ലെവലിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ നമ്മൾ സങ്കീർത്തനത്തിൽ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പാപത്രയങ്ങൾ, നമ്മൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദേഹം, ദേഹിയാത്മാവ് എന്നൊക്കെയുള്ള പഠിക്കുന്ന പോലെ തന്നെ സാത്താന് തന്നെ 3 ബ്രാഞ്ചസ് ഉണ്ട്. കള്ളപ്രവാചകൻ, മൃഗം, സാത്താൻ എന്ന് പറഞ്ഞതുപോലെ ഇതിന് 3 ബ്രാഞ്ചസ് ഉണ്ട്. നമ്മൾ സ്തോത്രം പറയുമ്പോഴും 3 സ്തോത്രം തന്നെ പറയും എന്ന് പറഞ്ഞതുപോലെ ഇതിനും 3 പാവത്രയങ്ങളെന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ലംഘനം, മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പാവത്രയങ്ങൾ, ലംഘനം, പാപം, അകൃത്യം, ഇത് 3 ഒരേ ലെവലിൽ നിൽക്കുന്ന, ഇത് 3-ൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കണം. എങ്കിൽ മാത്രമേ, പാപം ചെയ്യാതിരുന്നുകൊണ്ട് മാത്രം, പാപത്തിൻ്റെ ശമ്പളം മരണമാണെങ്കിലും ഇത് 3 കാര്യങ്ങളും ദൈവസന്നിധിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് 3-ൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ചെങ്കിൽ മാത്രമേ ഭാഗ്യ പദവി നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ലംഘനം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യരുത്. ലംഘനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ചെയ്യരുതാത്ത കാര്യം ചെയ്യുന്നത്, അതാണ് ലംഘനം എന്ന് പറയുന്നത്. പാപം എന്ന് പറയുന്നത് ലക്ഷ്യം തെറ്റിപ്പോകുന്നതാണ്. ദൈവം നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതെ അതിൽ നിന്ന് ലക്ഷ്യം തെറ്റിപ്പോകുന്ന കാര്യങ്ങളാണ് പാപം എന്ന് പറയുന്നത്. അകൃത്യം എന്ന് പറയുന്നത് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതിന് 3-ന്റെ വ്യത്യാസം അതാണ്. ലംഘനം ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്, പാപം ലക്ഷ്യം തെറ്റിപ്പോകുന്നത്, ലക്ഷ്യമില്ലാതെ ദൈവസന്നിധിയിൽ നമ്മൾ അകന്നു പോകുന്നതാണ് പാപം എന്ന് പറയുന്നത്. അകൃത്യം നമ്മൾ ചെയ്യാൻ പറയുന്നത് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ചർച്ചിൽ 9:00 വരണമെന്ന് പറഞ്ഞാൽ വരാതിരിക്കുക, അത് ഒരു ഉദാഹരണമാണ്. എല്ലാവർക്കും എല്ലാ സാഹചര്യങ്ങളും പലതുണ്ട്, എങ്കിലും ഞാൻ പറയുകയാണ്. അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ജോലിക്ക് 7 മണിക്ക് പഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു 7:10 ആയിട്ടേ പഞ്ച് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു കൃത്യതയില്ലാത്ത കാര്യങ്ങൾ, അതാണ് അകൃത്യം എന്ന് പറയുന്നത്. ലംഘനം, നമ്മൾ പൊതുവേ നമുക്ക് മനുഷ്യർക്കുള്ള ഒരു സ്വഭാവമാണ് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്, പല കാര്യങ്ങളായാലും. അന്നേരം ഇതെല്ലാം ദൈവസന്നിധിയിൽ ക്ഷമിക്കാൻ പറ്റാത്ത പാവമായിട്ടാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട്. അത് ഭാഗ്യ പദവി. നമ്മൾ 1-ാം സങ്കീർത്തനത്തിൽ എന്താ കാണുന്നേ? പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളിപ്പത്തിരിക്കാതെയും
ദുഷ്ടന്മാരാലും നടക്കുക, അങ്ങനെ ഇരിക്കുക, നടക്കുക, എല്ലാ കാര്യങ്ങളും 3 കാര്യങ്ങൾ അവിടെയും പറയുന്നുണ്ട് ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ തന്നെ. അപ്പോൾ അതും ഒരു ഭാഗ്യ പദവിയായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ സങ്കീർത്തനം തന്നെ കാണുവാനായിട്ട് സാധിക്കും. ഒന്നാം സങ്കീർത്തനം നമുക്ക് ഒന്ന് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസങ്ങളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. അപ്പോൾ 3 കാര്യങ്ങൾ: നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. 3 കാര്യങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം 3 കാര്യങ്ങൾ ദൈവം കൃത്യമായിട്ട് അത് 3 വേർതിരിച്ച് തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നടക്കുക, ഇരിക്കുക, അവരുടെ സന്നിധിയിൽ പോയി നിൽക്കരുത്, എല്ലാം അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെയും 3 കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത് പാപബോധത്തിൻ്റെ ഒരു ഭാരം ആദ്യത്തെ ചില വാക്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത് പാപക്ഷമയുടെ സന്ദേശങ്ങൾ, അത് കഴിഞ്ഞ് പാപക്ഷമ അനുഭവിച്ചതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച്. ഇങ്ങനെ 3 കാര്യങ്ങളായിട്ടാണ് ഇവിടെ വേർതിരിച്ച് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ 3 കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം നമ്മൾ കണ്ടു, ലംഘനവും പാപവും അകൃത്യവും. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ 3 കാര്യങ്ങൾ ഉൾപ്പെട്ടതാണോ, ദൈവസന്നിധിയിൽ ചേർന്നതാണോ എന്ന് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കണം. അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ 3 കാര്യങ്ങൾ നമ്മൾ തെറ്റിപ്പോകുമ്പോൾ ഉണ്ടാവുന്ന ചില അവസ്ഥാവിശേഷങ്ങളാണ് അടുത്ത വാക്യങ്ങളിൽ കാണുന്നത്. 3ഉം 4ഉം വാക്യങ്ങൾ. 3-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്: ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. പാപം ചെയ്തിട്ട് മിണ്ടാതിരുന്നാൽ ഉള്ള ഒരു കുഴപ്പമാണ്, എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. നമുക്ക് ബലമില്ലാതായിത്തീരും. നിരാശ, നമ്മുടെ ആ കുറ്റബോധം നമ്മളെ വല്ലാതെ തളർത്തി കളയും. അതാണ്, നമ്മുടെ അസ്ഥികൾ ക്ഷയിച്ചു പോകും. രണ്ടാമത്, രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. ദൈവത്തിൻ്റെ കൈ നമ്മുടെ മേൽ വരും. പാപത്തിൻ്റെ സ്റ്റേജ് അനുസരിച്ച്, ദൈവത്തിൻ്റെ ദയയുടെ അനുസരിച്ച് നമ്മുടെ മേൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൈ നമ്മുടെ മേൽ പ്രത്യേകം വരും. എനിക്ക് തോന്നുന്നത് ഇത് ദൈവമക്കൾക്ക് വേണ്ടിയുള്ള സങ്കീർത്തനമാണെന്നാണ് തോന്നുന്നത്. അന്നേരം പാപം മറ്റേ ദൈവത്തെ അറിയാത്തവർക്ക് ഈ വിഷയങ്ങൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. മൂന്നാമത്തത്, എൻ്റെ മജ്ജ വേനൽക്കാലത്തിൽ ഉഷ്ണത്താൽ എന്ന പോലെ പറ്റിപ്പോയി. അപ്പോൾ മൂന്നാമത്തത്, മജ്ജ പറ്റിപ്പോകുന്നതാണ് ഒരു വലിയൊരു ക്യാൻസറസ് കണ്ടീഷനാണ്. ഇവിടെ മജ്ജ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ മജ്ജ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹീമോഗ്ലോബിൻ നമ്മൾ ഉണ്ടാകത്തില്ല, നമ്മൾ മരിച്ചു പോകും. അതാണ് മജ്ജ വേനൽക്കാലത്തിൽ ഉഷ്ണത്താൽ എന്ന പോലെ പറ്റിപ്പോയി. അത് വലിയൊരു കണ്ടീഷനാണ് ഇവിടെ സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നതെങ്കിലും അതുപോലും പാപത്തിൻ്റെ ഫലമായിട്ട് വരുവാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ദൈവത്തിന് നിരപ്പ് പ്രാപിക്കാതിരുന്നാൽ താഴത്തെ 3 അനന്തര ഫലങ്ങളാണ് ഈ 3ഉം 4ഉം വാക്യങ്ങൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ 2 സ്റ്റേജ് കഴിഞ്ഞു. ഇനി നമ്മൾ 3ാമത് പഠിക്കാൻ പോകുന്നത്, ഇതിൻ്റെ കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിച്ചു. ഇനി 3ാമത് ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ദാവീദ് എന്തോ ചെയ്തു? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ 5ാമത്തെ വാക്യത്തിൽ, എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അപ്പോൾ ദാവീദിനത് തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ദാവീദ് 3 കാര്യത്തിൽ ദൈവത്തിൽ നിന്ന് അവരെ പ്രാപിച്ചു. ദാവീദ് ചെയ്ത പാപത്തിൽ 3 കാര്യങ്ങളുണ്ട്. ചെയ്യരുതാത്ത കാര്യം ചെയ്തു, ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതിൽ നിന്ന് തെറ്റിപ്പോയി, 3ാമത് ചെയ്യാൻ പറഞ്ഞത് ചെയ്തതുമില്ല. അതായത് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റു പറഞ്ഞതുമില്ല ആദ്യം. പിന്നെ നാഥാൻ പ്രവാചകനെ അയച്ചിട്ടാണ് ദാവീദിന് മാനസാന്തരം വരുത്തേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ദാവീദിന്റെ ജീവിതത്തിൽ നടന്നു. ദാവീദിന് ദൈവം വ്യക്തമായ അത് വേർതിരിച്ച് കൊടുത്തുകൊണ്ടാണ് ദാവീദിന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം തരുവാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ ദാവീദ് ചെയ്ത 5ാമത്തെ വാക്യത്തിൽ, പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പാപം ക്ഷമിക്കണമേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. നമ്മൾ അകൃത്യങ്ങളും കൃത്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതൊന്നും ഓർക്കാറില്ല. നമ്മൾ പാപം ക്ഷമിക്കണമേ എന്ന് മാത്രമേ ദൈവത്തിന് പറയാറുള്ളൂ. ഇവിടെ ദാവീദ് എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനം. നാഥാൻ പ്രവാചകൻ വന്നപ്പോൾ ഒരു പക്ഷേ ദാവീദിനെ അത് മറച്ചു വെച്ചിട്ട് രാജാവാണല്ലോ എന്നുള്ള ഫുൾ പവറിൽ ഇരിക്കാൻ സാധിക്കുമായിരുന്നു. പീലാത്തോസ് ചെയ്തതുപോലെ, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുവന്നപ്പോൾ കൈ ഒഴിഞ്ഞതുപോലെ പീലാത്തോസിന് വേണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിക്കാമായിരുന്നു. പക്ഷേ തൻ്റെ പൊസിഷനും പദവിയൊക്കെ നിലനിർത്താൻ വേണ്ടിയും ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയും അതെല്ലാം വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ദാവീദിന് നാഥാൻ പ്രവാചകന്റെ അടുത്ത് ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യാമായിരുന്നു. എങ്കിലും ദാവീദിലുള്ള ആ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിനെ ഇതെല്ലാം
അതെല്ലാം അനുഭവിപ്പാനും ദാവീദിന് ആ ദൈവത്തോടുള്ള ഭയം മൂലം ദാവീദ് എൻ്റെ അകൃത്യം മറച്ചതിന് ലംഘനങ്ങൾ യഹോവയോട് ഏറ്റുപറയും. അപ്പോൾ ഇവിടെ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ, അകൃത്യങ്ങൾ ഒരിക്കലും നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല. ഒരു അകൃത്യം പറ്റിയെങ്കിൽ, കൃത്യമില്ലാത്ത കാര്യം പറ്റിയെങ്കിൽ കൃത്യതയോടെ ചെയ്യാൻ ശ്രമിക്കണം. പാപം നമ്മൾ ഏറ്റുപറയണം, ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത പാപങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. കൃത്യമായ കാര്യം ചെയ്യാൻ പറ്റില്ല, പിന്നീട് നമ്മൾ കൃത്യതയോടെ ചെയ്യാൻ ശ്രമിക്കണം. ലംഘനങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ യഹോവയുടെ ഏറ്റുപറയണം. അതും നമ്മൾ യഹോവയുടെ പല കാര്യങ്ങളും നമ്മൾ പബ്ലിക്കായിട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് വേണം. മറ്റുള്ളവരുടെ ഐഡിയയും കൂടെ നമ്മുടെ മേൽ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ലംഘനങ്ങളും പാപങ്ങളും എല്ലാം ദൈവത്തോട് നമ്മൾ ഏറ്റുപറയുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം. അതിനുള്ള ആത്മീയ പക്വത നമ്മൾ പ്രാപിക്കണമെന്നാണ് ദാവീദ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നീ എൻ്റെ കുറ്റത്തിൻ്റെ പാപം ക്ഷമിക്കും. അപ്പോൾ പാപത്തിൻ്റെ ക്ഷമ ലഭിക്കുവാനായിട്ട് ഈ 3 കാര്യങ്ങൾ നമ്മൾ നിരപ്പ് പ്രാപിക്കണം. ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇതെങ്കിൽ മാത്രമേ ദൈവത്തിൽ ഇരിക്കുന്ന ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്നതിൻ്റെ 3 കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് തന്നെ നമ്മൾ ശോധന ചെയ്യണം, നമ്മുടെ ആത്മാവിൽ കപടമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. ഈ 3 കാര്യത്തിനും നമ്മൾ ആ സ്റ്റാൻഡേർഡ് ദൈവം കൊടുത്തിരിക്കുകയാണ്. ആ സ്റ്റാൻഡേർഡ് 3 പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവസന്നിധി നമ്മൾ ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കത്തുള്ളൂ. ഈ ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ്റെ പിന്നീട് കിട്ടുന്ന ഗുണഗണങ്ങളെ കുറിച്ചാണ് താഴോട്ട് പറയുന്നത്. 6ാമത്തെ വാക്കിനോട് താഴോട്ട് 6-7 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന ബെനിഫിറ്റ്സ് അതാണ് ഇവിടെ 6ാമത്തെ വാക്കിനോട് താഴോട്ട് വായിക്കുമ്പോൾ. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് എന്നോട് പ്രാർത്ഥിക്കും. ആത്മാവിൽ കപടമില്ലെങ്കിൽ നമുക്ക് മനസാക്ഷി കുത്തില്ലാതെ ദിവസം പ്രാർത്ഥിക്കാൻ പറ്റും. 2ാമത്തെ കാര്യം, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോ എത്തുകയില്ല. ലോകത്തിൽ എന്ത് നടന്നാലും ഏത് ദുഷ്ടൻ്റെ പ്രവർത്തനങ്ങൾ വന്നാലും ഒരിക്കലും അവൻ്റെ അടുക്കലോളം എത്താതെ സ്വർഗത്തിലെ ദൈവം സൂക്ഷിക്കും. 3ാമത്, നീ എൻ്റെ മറവിടമാകുന്നു, നമുക്ക് ആശ്രയിപ്പാൻ ഒരു ഇടം കിട്ടുന്നു. പൂർണ്ണമായ ദൈവസന്നിധിയിൽ ആത്മാവിൽ കപടമില്ലാതിരിക്കുകയാണെങ്കിൽ പൂർണ്ണമായും നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മളെ സൂക്ഷിക്കും. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. അടുത്ത കാര്യം, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. അപ്പോൾ ആത്മാവിൽ കപടമില്ലാതെ ഇരുന്നാലുള്ള ഗുണങ്ങളാണ് ഇത്. ഇത്രയും കാര്യങ്ങൾ ഒരു ഭക്തന്റെ ജീവിതത്തിൽ നടന്നാൽ അതാണ് മേൽ പറഞ്ഞ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ ഭാഗ്യ പദവിയുടെ 6-7 കാര്യങ്ങളാണ് ഇവിടെ 6ാമത്തെ വാക്യത്തിലും 7ാമത്തെ വാക്യത്തിലും പറയുന്നത്. അപ്പോൾ ദൈവത്തിന് പ്രസാദമുണ്ടാകുകയും പരിശുദ്ധാത്മാവ് നമ്മളെ നിരന്തരമായി 8ാമത്തെ വാക്യം, പിന്നീടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കംപ്ലീറ്റ് ആൾ നമ്മളെ ടേക്ക് ഓവർ ചെയ്യുകയാണ്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിൻ്റെ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു. പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ നമ്മളാവുകയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിരപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് എത്താനായിട്ട് ഈ കാര്യങ്ങളെല്ലാം കണ്ടീഷൻസ് എല്ലാം പാലിച്ചെങ്കിൽ മാത്രമേ, അല്ലാതെ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഒരു ബ്ലോഗർ പറയുന്നതായിട്ട് ക്രിസ്ത്യാനികൾ പറയുന്ന പോലെ രോഗത്തെ സൗഖ്യമാക്കും, അത് ചെയ്ത് വന്നാൽ പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി പ്രാർത്ഥിച്ച് എല്ലാവരെയും അങ്ങ് സുഖപ്പെടുത്തിക്കൂടെ എന്ന് ചോദിച്ചു. ഒരു ബ്ലോഗർ ചോദിക്കുക, ഒരു ലോകമനുഷ്യനാണ് ചോദിച്ചത് എങ്കിലും അല്ല, അവരുടെ ചിന്താഗതി ഇതാണ്. പക്ഷേ ദൈവസന്നിധിയിൽ വന്ന് ദൈവം ഈ ആലോചന പറഞ്ഞു തരികയും ദൃഷ്ടിമേൽ വെച്ച് ആലോചന പറഞ്ഞു തന്ന ഭാഗ്യ പദവിയിൽ എത്തണമെങ്കിൽ ഈ കണ്ടീഷൻസ് എല്ലാം പാലിക്കണം. ലംഘനം ക്ഷമിക്കണം, പാപം മറച്ചു കിട്ടണം, അകൃത്യം കണക്കിടാതിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളെല്ലാം അനുസരിച്ച് ഇതിനോടെല്ലാം നിരപ്പ് പ്രാപിച്ചെങ്കിൽ മാത്രമേ ഈ 8ാമത്തെ വാക്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് ഓർക്കണം. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒറ്റയടിക്കൊന്ന് ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് വന്നു സുഖം പ്രാപിച്ചില്ല, ഇനിയിപ്പോൾ ഞാൻ പോകുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതിയല്ല. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വേർതിരിച്ച് പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവശങ്ങളെല്ലാം മനസ്സിലാക്കി ഇത് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ രക്ഷയുടെ സന്തോഷം, രക്ഷയുടെ ഉല്ലാസഘോഷം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. 9ാമത്തെ വാക്യം, നീ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ ആകട്ടെ, അവിടെ ചമയങ്ങളായ കടിഞ്ഞാണ് മുഖപ്പട്ടം കൊണ്ട് അവിടെ അടക്കി വരുന്നു. മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അടി കിട്ടുവാൻ നമുക്ക് ഇടവരരുത്. നമ്മൾ ഈ കാര്യങ്ങൾ പ്രമാണിച്ച് ദൈവസനോട് ചേർന്ന് നിന്നാൽ മറ്റുള്ളവരുടെ സന്നിധിയിൽ നിന്ന് ആവശ്യമില്ലാത്ത അവരുടെ കാര്യങ്ങൾ നമ്മൾ ഇടപെട്ട് അവരോട് ചേർന്ന് നമ്മൾ കേസിനും വഴക്കിനും പ്രശ്നത്തിനും കടം വാങ്ങിക്കാനും മറ്റ് വിഷയങ്ങൾക്കും വഴക്കിനും ഒന്നും പോകാൻ ഇടവരരുത്.
അതായത് ബുദ്ധിയില്ലാത്ത കുതിരയെ കണ്ടാൽ എത്ര നല്ല ഷേപ്പുള്ള ഇതാണ് കുതിര, എന്നാൽ പോലും കുതിരയെ അതിൻ്റെ കടിഞ്ഞാനിട്ട് അവനെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ദൈവമക്കളെ ദുഷ്ടന്മാർ നിയന്ത്രിക്കുവാൻ, ലോക മനുഷ്യർ നിയന്ത്രിക്കുവാൻ ഇടവരരുത്. അവരുടെ സന്നിധിയിൽ നമ്മൾ ജയം പ്രാപിച്ചിരിക്കുന്നവരായിട്ട് അവരുടെ സന്നിധിയിൽ അവർക്ക് കുറ്റം പറയുവാൻ, അവർക്ക് നമ്മൾ എന്തെങ്കിലും ചിലർ പറയും, ചിലർ നമ്മളെ പലപ്പോഴും കുറ്റം പറയാനുണ്ട്, നീ ബന്ധക്കോസുകാരനല്ലോടാ, നീ അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്തിനാടാ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനുള്ള ഇടവരരുത് നമ്മൾ. അതാണ് കുതിരയും കഴുതയും മുഖപ്പെട്ട കൊണ്ട് നിയന്ത്രിക്കുന്ന പോലെ നമ്മളെ മറ്റുള്ളവരുടെ അടി കിട്ടുവാൻ നമ്മൾ ഇടം കൊടുക്കരുത്. അതാണ് ദൈവസന്നിധിയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന കേട്ട് ദൃഷ്ടി വെച്ച് നിന്റെ മേൽ ആലോചന പറഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. 9ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിമനോഹരമായ സങ്കീർത്തനമാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. ദുഷ്ടന് വളരെ വേദനകളുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നതിനെയോ ദയ ചുറ്റിക്കൊള്ളും. അപ്പോൾ വേദനകൾ രണ്ട് കൂട്ടർക്കുണ്ട്, ദുഷ്ടനുമുണ്ട്, യഹോവയിൽ ആശ്രയിക്കുന്നുണ്ട്. പക്ഷേ യഹോവയിൽ ആശ്രയിക്കുന്നവരുടെ വേദനകൾ എങ്ങനെ സംഭവിക്കുന്നത്? യഹോവയിൽ ആശ്രയിക്കുന്ന വേദനകൾ ദൈവത്തിൻ്റെ ദയ നമ്മളെ ചുറ്റി അതിൽ നിന്ന് നമുക്ക് വിടുവിക്കപ്പെടുവാൻ ഇടയാകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 3 പാവങ്ങളെക്കുറിച്ച് വേറെ ചില ഭാഗത്തും റെഫറൻസുകൾ കൊടുക്കുന്നുണ്ട്. മീഖാ പ്രവചനം 7:18-19 വാക്യങ്ങൾ പഴയ നിയമത്തിലൊക്കെ പല ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. മീഖാ പ്രവചനം 18-19 7:18-19. வீடுகளை மன்னிக்கிற தேவனின் ஒப்பான தேவன் யார்? அவர் திரும்பி செய்ய விரும்புகிறபடியால் அவர் என்றென்றைக்கும் கோபம் வையார். அவர் திரும்ப நம்மை இறங்குவார், நம்முடைய அக்கிரமங்களை அடக்கி நம்முடைய பாவங்களை எல்லாம் സമുദ്രത്തിൻ ആഴങ്ങളിൽ കൊണ്ടുപോകും. അകൃത്യം ക്ഷമിക്കുകയും തന്റെ അവകാശത്തിന്റെ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവമാരുണ്ട്. അവൻ എന്നേക്കും കോപം വെച്ചു കൊള്ളുന്നില്ല, ദയയിലല്ലയോ അവന് പ്രസാദമുള്ളത്. അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അകൃത്യം ക്ഷമിക്കുകയും അകൃത്യവും അതിക്രമവും അതിക്രമവും പാപവും 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് 3 കാര്യങ്ങൾ ചേർന്ന് വരുന്നതാണെന്ന് പല ഭാഗത്ത് പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനങ്ങൾ 103 10-12, Psalms 103:10-12. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. അതെ, അപ്പോൾ അവൻ നമ്മുടെ പാപങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങളൊന്നും നമ്മോട് പകരം ചെയ്യുന്നില്ല. അപ്പോൾ അവിടെയും പാപങ്ങൾ, അകൃത്യങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ എക്സോഡസ് 34:7, എക്സോഡസ് 34:7. ആയിരത്തിന് ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാവവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും 3ാമത്തെയും 4ാമത്തെയും തലമുറയോടും സന്ദർശിക്കുന്നവൻ. അപ്പോൾ ഈ അകൃത്യവും അതിക്രമവും പാവവും അകൃത്യവും ഇത് 3 ഉള്ള ഇതാണ് മക്കളുടെ മേലും 3ാമത്തെയും 4ാമത്തെയും തലമുറ മേലും സന്ദർശിക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളിൽ നമ്മൾ നിരപ്പ് പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ദൈവസന്നിധിയിൽ ഭാഗ്യ പദവി കിട്ടണമെങ്കിൽ അകൃത്യവും അതിക്രമവും പാവവും അതെല്ലാം ഇവിടെ പലയിടത്തും, ഈവൻ ഞാൻ വിചാരിച്ചു ഇത് നമ്മുടെ പുതിയ നിയമത്തിൽ മാത്രമേ, പുതിയ ഒരു തലമുറയ്ക്ക് മാത്രമേ ആവശ്യം, പക്ഷേ പഴയ നിയമത്തിലും ഇത് വ്യക്തമായിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവ് 53:5-12, ഐസയ്യാ 53:5. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേൽ ആയി. 12. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരുടെ കൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിൽ ഒഴുക്കിക്കളയും, അനേകരുടെ പാപം വഹിച്ച് അതിക്രമക്കാർക്ക് വേണ്ടി ഇടം നിന്നുകൊണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയായി തന്നെ. അവിടെ അതിക്രമവും പാവവും എല്ലാം റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ
നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ വേർതിരിച്ച് പഠിച്ച് 3 കാര്യങ്ങളിലും നമ്മൾ നിരപ്പ് പ്രാപിക്കുന്നതാണ് ഈ ഈ ഈ ഈ സങ്കീർത്തനത്തിൽ കൂടെ ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുത്തും വായനയും പ്രിന്റിങ് ടെക്നോളജി പോലും ഇല്ലാതിരുന്ന സ്ഥാനത്ത് പോലും ദൈവം ഈ സങ്കീർത്തനം ദാവീദിൽ കൂടെ ഒന്ന് തന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത്ര മനോഹരമായ സങ്കീർത്തനമാണ് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ചിന്താഗതികൾ ഇതിനകത്തെല്ലാം നമ്മുടെ ചിന്താഗതികളാണ്. ആത്മാവിൽ കപടമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം. നമ്മുടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് ഏറ്റവും കാതലായ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ നമ്മൾ നിരപ്പ് പ്രാപിക്കാത്തതാണ്. അപ്പോൾ ആത്മാവിൽ കപടമില്ലാത്തതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ നല്ല ശമരിയക്കാരൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലാണ് അത് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണാം ലൂക്കോസിൻ്റെ സുവിശേഷം ലൂക്ക് 10 അവസാന ഭാഗത്ത് ഈ നല്ല ശമരിയക്കാരൻ്റെ കഥ പറയുന്നുണ്ട്. അവിടെ ഒരു മർദ്ദോമയിലെ ഒരു തിരുമേനി ഈ കഥയെ വളരെ രസകരമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഒരു കഥയായിട്ട് പുള്ളി ഒരിക്കൽ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ: മാഫിയ, സോഫിയ ആൻഡ് ഗ്ലോറിയ. ഈ 3 തരത്തിലുള്ള ആൾക്കാരായിട്ട് അതിനെ വേർതിരിച്ച് പുള്ളി രസകരമായിട്ട് അതിനെ അവതരിപ്പിച്ചായിരുന്നു. മാഫിയ, സോഫിയ ആൻഡ് ഗ്ലോറിയ. അപ്പോൾ മാഫിയ ആരാണ്? കള്ളന്മാർ വന്ന് സകലതും അവൻ്റെ യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. അപ്പോൾ മാഫിയ സംഘങ്ങൾ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നമ്മളെ നശിപ്പിച്ച് നമ്മളെ പ്രാണൻ പോലും നശിക്കുന്ന രീതിയിൽ നമ്മളെ വിട്ടേച്ചു പോകുന്നൊരവസ്ഥയാണ്. പിന്നെ രണ്ടാമത് വന്നത് സോഫിയ. ആരാണ് സോഫിയ? ആ വഴി അവനെ യാചെന്ന് പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അപ്പോൾ പുരോഹിതൻ വിചാരിച്ചു, ഞാനെന്തിനാ ആവശ്യമില്ലാതെ ഇടപെടുന്നു, ഞാൻ എൻ്റെ കാര്യം നോക്കി പോയാൽ മതിയല്ലോ, ഞാൻ ആരെ ഉപദ്രവിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അയാൾ കടന്നുപോയി. മൂന്നാമതൊരു ലേവ്യനും ആ സ്ഥലത്തെത്തി അവിടെ കണ്ടിട്ട് മാറി കടന്നുപോയി. പുള്ളിയും ഇത് തന്നെ ചിന്തിച്ചു. രണ്ടുപേരും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ വിളിക്കുകയും ശുശ്രൂഷയോടെ ബന്ധിച്ച് നിൽക്കുന്ന രണ്ടുപേരുടെയും ചിന്താഗതി, ഞാൻ ആരെയും ശല്യപ്പെടുത്തുന്നില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി പോവുക, അവനവിടെ കടന്നോട്ടെ എന്നുള്ളൊരു ചിന്ത. അത് വേറൊരു ചിന്താഗതി. മൂന്നാമത് വന്നതാണ് ഗ്ലോറിയ. ആരാണ്? ശമരിയക്കാരൻ. അവർ ശമരിയക്കാരൻ വന്നപ്പോൾ ശമരിയക്കാരനെ കണ്ട് മനസ്സലിഞ്ഞ് അവൻ്റെ അരികെ വന്ന് അവൻ എണ്ണയും മീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ അടുത്തുള്ള ഒരു സ്ഥലത്ത് വഴിയമ്പലത്തിലാക്കി. വഴിയമ്പലത്തിൽ കൊണ്ടുപോയിട്ട് രക്ഷ ചെയ്തു. എന്നിട്ട് പിന്നീട് എന്താ പറഞ്ഞത്? ഇനി എന്തെങ്കിലും ചെലവ് വന്നു കഴിഞ്ഞാൽ പിറ്റേന്നാണ് അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലത്തിൽ കൊടുത്തിട്ട് അവൻ്റെ രക്ഷ ചെയ്യണം. അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. അതാണ് ശമരിയക്കാരൻ്റെ ചിന്താഗതി, ഗ്ലോറിയ. അപ്പോൾ ഈ 3 ചിന്താഗതി നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. 3 ശമരിയക്കാരൻ്റെ ചിന്താഗതിയാണ്, നിനക്ക് അവന് ആവശ്യത്തിന് ട്രീറ്റ്മെൻറ്റും കൊടുത്ത് അവന് പൈസയും കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പിന്നെയും അവൻ്റെ ചിന്താഗതി എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മണി വീണ്ടും അവനും കൂടെ ഉള്ളതാണെന്നുള്ള ചിന്താഗതി. വീണ്ടും തിരിച്ചു വരുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള വെള്ളിക്കാശ് ഇനി എന്തെങ്കിലും എക്സ്ട്രാ ചിലവ് വന്നാൽ അതും തന്നുകൊള്ളാം. അതായത് അവൻ്റെ ചിന്താഗതി എൻ്റെ കയ്യിലുള്ളത് അവനും കൂടെ ഉള്ളതാണ്, ഒരു സഹോദരനും കൂടെ ഉള്ളതാണ്, അവനെയും കൂടെ നമ്മൾ നോക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി. എനിക്കുണ്ടോ ഉള്ളോ ഇല്ലെന്നുള്ളതല്ല, അവൻ്റെ ആ ചിന്ത, ഒരു എമ്പതി. വീണ അത്രപ്രാണ വിട്ടേച്ചു പോയ മനുഷ്യൻ്റെ അടുത്ത് ആ ശമരിയക്കാരനുണ്ട്. അച്ഛൻ്റെയും ആ പുരോഹിതൻ്റെയും ലേവിൻ്റെയും ചിന്താഗതി, എനിക്കുള്ളത് എനിക്ക്, ഞാൻ അധ്വാനിക്കുന്നു, ഞാൻ ജീവിക്കുന്നു, ഞാനിതിനാ മറ്റുള്ളവരെ കരുതുന്നത്. അവർക്ക് നമ്മൾ ശല്യം ചെയ്യുന്നില്ലല്ലോ. നാട്ടിലൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ആരെയും ശല്യം ചെയ്തില്ല, ആരെയും ഉപകാരം ചെയ്തില്ലെങ്കിൽ ആരെയും ഉപദ്രവിക്കുക എന്നുള്ള ആ ഒരു ചിന്താഗതി.
ഒരു ശുദ്ധതയുള്ള ചിന്താഗതിയാണ്. പക്ഷേ അതിനകത്ത് ഇവിടെയും കർത്താവ് അതിനു വേണ്ടിയുള്ള ഉദാഹരണമാണ്. ശമരക്കാരൻ്റെ ചിന്താഗതിയാണ് നമുക്ക് വേണ്ടത്. നമുക്കുള്ളത് മറ്റവരുടെയും കൂടെ ഒരു എമ്പതി, മറ്റുള്ളവർക്കുള്ള കഷ്ടപ്പാടിൽ അവരുടെ പ്രയാസങ്ങൾ കർത്താവ് നമ്മളെ കാണിച്ചു തന്നത്. അതാണ് നമ്മുടെ ഈ ശമരക്കാരൻ്റെ ചിന്താഗതി. അല്ലാതെ ആ ഒരു മാഫിയ സംഘമായിട്ടിരിക്കാതെ, മറ്റുള്ളവരെ ലൂട്ട് ചെയ്യുവാൻ, മറ്റുള്ളവരെ ചതിവിനും മഞ്ഞതിനും അകപ്പെടുത്താതെ, ദൈവസന്നിധിയിൽ ആത്മാവിൽ കപടമില്ലാതെ, ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ അവസ്ഥയിൽ അകൃത്യം കണക്കിടാതെ, അകൃത്യം കൃത്യതയോടെ നമുക്ക് ചെയ്യുവാൻ, ലംഘനം ക്ഷമിക്കപ്പെടുവാൻ, ഈ രണ്ട് കാര്യങ്ങളും നമുക്കൊരു പരിധി വരെ ചെയ്യാം. പക്ഷെ മൂന്നാമത്തെ കാര്യം, പാപം ദൈവസന്നിധിയിൽ വന്നെങ്കിൽ, ഏറ്റു പറഞ്ഞെങ്കിൽ മാത്രമേ പാപം മറയ്ക്കപ്പെടുവാൻ കർത്താവിന് മാത്രമേ, പാപം ക്ഷമിച്ചു കിട്ടുവാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയനിറുക്കത്തോടെ വന്നെങ്കിൽ മാത്രമേ സാധിക്കുമെന്ന് സങ്കീർത്തനങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ഈ സങ്കീർത്തനങ്ങൾ വായിച്ചു കഴിഞ്ഞ് ദൈവസന്നിധിയിൽ വരുമ്പോൾ കർത്താവ് നമുക്ക് അതിമഹത്തായ പരിശുദ്ധാത്മാവിനെ തരികയും, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തന്ന്, നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തന്നെ ആ ഭാഗ്യ പദവി, രക്ഷയുടെ ആ ഭാഗ്യ പദവിയിലേക്ക് നമ്മളെ നടത്തുവാൻ, ചുരുക്കം ചില നാളുകൾ മാത്രം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആ രക്ഷയുടെ പദവിയിലേക്ക് വരുവാൻ കർത്താവ് കാണിച്ച ഈ പാതയെ, ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് കിട്ടിയ ഈ സന്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോയാൽ, പ്രോവർബ്സ് 28:13 പറഞ്ഞിരിക്കുന്നത് പോലെ ലംഘനം മറച്ചു വയ്ക്കുന്നത് ശുഭം വരികയില്ല എന്ന് പ്രോവർബ്സിൽ സദൃശ്യവാക്യങ്ങളിൽ ശലോമോൻ പറഞ്ഞായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത് പലപ്പോഴും അത്ഭുതം കണ്ടിട്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട ആ ഒരു കാൽവറിയിലെ രക്തത്തെ ഓർത്തു വേണം നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ. അതാണ് നമുക്ക് നമ്മുടെ അത്ഭുതം എന്ന് പറയുന്നത്. ആ അത്ഭുതം കണ്ടു, അല്ലാതെ ഭൂമിയിലെ രോഗം, ഉളുക്ക്, ചതവ്, മുഴ മാറി അത് കണ്ടുകൊണ്ടല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്. അത് കണ്ടുകൊണ്ടാണ് ആൾക്കാർക്ക് പലപ്പോഴും അട്രാക്ഷൻ ആവുന്നതെങ്കിലും ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ദൈവമക്കളാവും നമ്മൾ കാൽവറിയിലെ അവസാനത്തുള്ള രക്തം വരെയും ചിന്തിയായ രക്തത്തിൻ്റെ വിലയെ ഓർത്ത് വേണം. അതാണ് ആ ക്രൂശിൽ കിടന്ന കള്ളൻ ഒരു നിമിഷം കൊണ്ട് പലപ്പോഴും നമ്മുടെ ചിന്താഗതി അതാണ്, കുറച്ചുകൂടെ കഴിയട്ടെ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് ദൈവത്തിൽ ചെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറച്ചുകൂടെ കള്ളൻ അവസാന നിമിഷത്തിൽ ഒരു സെക്കൻഡ് കൊണ്ട് അവർ രക്ഷപ്പെട്ടല്ലോ എന്ന ഒരു ചിന്താഗതി, നമ്മുടെ സൗകര്യത്തിന് നമ്മൾ ഇതിൻ്റെ സന്ദേശങ്ങളെ നമ്മൾ തിരിക്കുന്ന ഒരു ചിന്താഗതി, അതല്ല ദൈവസന്നിധിയിൽ നമ്മൾ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം തരുവാൻ സ്വർഗത്തിലെ ദൈവം ഏറ്റവും വിശ്വസ്തനാണെന്നൊക്കെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് എത്രയോ അവസരങ്ങൾ കിട്ടിയാൽ നമ്മൾ മാനസാന്തരപ്പെടാതെ, നമ്മുടെ ലംഘനത്തിൽ നിന്ന്, അകൃത്യത്തിൽ നിന്ന്, പാപത്തിൽ നിന്നൊന്നും വിടുതലിനെ പ്രാപിക്കാതെ ദിവസങ്ങളിൽ വീണ്ടും വീണ്ടും വന്നിരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാമെന്ന് വെച്ചാൽ ഒരു കാര്യം നടക്കത്തില്ല. ദൈവം യാതൊരു തരത്തിലും നമ്മളെ രക്ഷിക്കത്തില്ല. ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ പാപത്തിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞ് നമ്മൾ ദൈവസന്നിധിയിൽ ഹൃദയത്തിൽ ആത്മാവിൽ കപടമില്ലാത്ത അവസ്ഥ, ഇവിടെ അത് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഈ സങ്കീർത്തനം നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. ഒരു സിംഗുലറാണ്, ഒരു മനുഷ്യന് വേണ്ടി ഭാഗ്യവാൻ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ലംഘനക്ഷമം പാപം നിറച്ച് കിട്ടിയവൻ ഭാഗ്യവാൻ, സിംഗുലറാണ്. ഇത് ഒരു ജനറലി പറയുന്ന കാര്യമല്ല, ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ട് പറയുന്ന കാര്യമാണെന്ന് കാണും. ഈ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ഇതൊരു സിംഗുലറായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. അതായത് വ്യക്തിപരമായിട്ട് ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു വാക്യമാണ്, സങ്കീർത്തനമാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആത്മാവിൽ കപടമില്ലാതെ 2026 നമുക്ക് എത്രത്തോളം ദൈവത്തിന് അടുത്ത് ചെന്ന് ദൈവത്തിൽ നിന്ന്, ലോകത്തിൽ കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ ഉണ്ട് എങ്കിലും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഈ പറഞ്ഞ 5ഉം 6ഉം വാക്യങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളെ സൂക്ഷിക്കുവാൻ ദൈവം വിശ്വസ്തനാണെന്നുള്ള അനുഗ്രഹപ്പെട്ട സങ്കീർത്തനം ദൈവം തന്നതിനായി സ്തോത്രം ചെയ്തുകൊണ്ട് ഞാൻ ഇരുന്നു.